നമ്മൾ ചേർത്തലയിൽ KTMന്റെ ഡ്യൂക്ക് 390യുടെ കച്ചവടത്തിന് വേണ്ടിയിട്ട് വന്നാണ്. അപ്പൊ നമ്മൾ കച്ചവടമൊക്കെ ഡീലാക്കി സെറ്റ് ചെയ്ത് അപ്പോഴാണ് നമ്മുടെ അടുത്ത് ചോദിച്ചത്, നിങ്ങൾക്ക് ഈ വണ്ടി കച്ചവടം അല്ലാതെ വേറെ എന്തെങ്കിലും കച്ചവടം നിങ്ങൾ ചെയ്യുന്നുണ്ടോ, ഐ മീൻ പ്രോപ്പർട്ടി സെയിലിംഗ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മൾ എല്ലാ ബിസിനസ്സും മാന്യമായിട്ടുള്ള എല്ലാ ബിസിനസ്സും നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ ഫ്രണ്ടിന്റെ അച്ഛൻ പറഞ്ഞത്, നമുക്ക് ഇവിടെ ഒരു പ്രോപ്പർട്ടി സെയിലുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വന്ന് വീടൊന്ന് നോക്കാൻ പറഞ്ഞു. അപ്പൊ അതേ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. അപ്പൊ അതുകൊണ്ടിട്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കണം. ഇപ്പൊ വന്നു വണ്ടി കച്ചവടം മാത്രമല്ല, ഭൂമാഫിയും കൂടെ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ വണ്ടിയിൽ വണ്ടിയുടെ കച്ചവടം ചെയ്ത് ഇപ്പൊ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒന്നും ഞാനിപ്പോ പറയാൻ വേണ്ടി വന്നത്. അപ്പൊ വീടിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 9 സെന്റ് സ്ഥലം എന്ന് പറഞ്ഞാല് 2214 സ്ക്വയർ ഫീറ്റ് വരുന്ന വണ്ടിയാണ്. നല്ല അതിമനോഹരമായിട്ടുള്ള വീടാണ് കേട്ടോ. നല്ല രസമില്ലേ കാണാനായിട്ട്, നോക്കിക്കേ. ഇതിപ്പോ ഏകദേശം വർക്ക് ഓൾമോസ്റ്റ് ഇപ്പൊ ഒരു 90% തീർന്നിരിക്കുകയാണ്. കുറച്ച് വർക്കും കൂടെ ഉണ്ട്, അതെന്തായാലും നമ്മൾ ഇവിടുന്ന് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഇതിന്റെ ഇന്റീരിയറും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ ഇനി. ഗൈസ്, അപ്പൊ ഇതാണ് ഈ വീടിന്റെ ഇന്റീരിയർ എന്ന് പറയുന്നത്. കയറി വരുമ്പോ തന്നെ വലിയൊരു ഹാള് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഹാളിലൊക്കെ റൂഫിൽ നല്ല അടിപൊളിയായിട്ടുള്ള ജിപ്സം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. താഴത്ത് 2 ബെഡ്റൂം, അതുപോലെ തന്നെ മുകളിൽ 2 ബെഡ്റൂം, അങ്ങനെ മൊത്തം 4 ബെഡ്റൂം ആണ് ഈ വീടിന് വരുന്നത്. ഇവിടെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കിച്ചണും അതുപോലെ തന്നെ വർക്ക് ഏരിയകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. കണ്ടോ, ചേനയൊക്കെ കുത്തി മുളച്ചിട്ടുണ്ട്, കണ്ടോ. നല്ല കൃഷിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലിയുടെ വീടാണ് ഈ പണിത് വെച്ചേക്കുന്നത്. അത് കൂടാതെ ഇങ്ങോട്ടേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഇവിടെയും ഒരുപാട് സ്പേഷ്യസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഒരു 4-5 വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പാർക്ക് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേനയോ കുമ്പളോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മുളപ്പിക്കാവുന്നതാണ്. അതുകൂടാതെ ഇതാണ് ആദ്യത്തെ റൂം എന്ന് പറയുന്നത്. കണ്ട, ഇവിടെയും ഈ റൂമിലാണെന്നുണ്ടെങ്കിലും റൂഫിലൊക്കെ ജിപ്സം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് റൂം കാണാം. ഇതില് കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ മുകളിൽ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇനിയിപ്പോ നമുക്ക് മുകളിലേക്ക് പോവാട്ടോ. മുകളിലാണെന്നുണ്ടെങ്കിലും കയറി വരുമ്പോ താഴത്തെ പോലെ തന്നെ റൂഫില് മുകളിലും ജിപ്സം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മുകളിലും നമുക്ക് 2 റൂമാണ് വരുന്നത്. ആദ്യത്തെ റൂമാണ് നിങ്ങളിപ്പോ ഇനി കാണാൻ പോകുന്നത്. ഇവിടെ നല്ല അത്യാവശ്യം വലിയൊരു റൂമും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇതുണ്ട്, ഇപ്പൊ ജിപ്സം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള വയറിങ്ങും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇട്ടേക്കുവാണ്. കുറച്ചും കൂടെ പണിയുണ്ട് കേട്ടോ ഇതിലൊക്കെ. അതുപോലെ തന്നെ നമുക്ക് മുകളിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയൊരു ഹാള് പോലെ ഉണ്ട്. ഓക്കെ, ഇതാണ് ഇങ്ങോട്ടേക്കുള്ള ഒരു സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ. നല്ല അടിപൊളിയായിട്ടുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സത്യം പറയാലോ ഗൈസ്, ഇപ്പൊ നമ്മള് വണ്ടിക്കച്ചവടം ചെയ്തത് ഇപ്പൊ സ്ഥലക്കച്ചവടം മാറിയതുകൊണ്ട് ഇതിനൊക്കെ ഒരു പ്രത്യേക പേര് പറയണം. നമ്മൾ നേരത്തെ ചെയ്തതാ, മറന്നുപോയി, ഒന്നും വിചാരിക്കല്ലേ കേട്ടാ. പിന്നെ ഇവിടെയും ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടോ. തകർത്ത്. ഓക്കെ, അപ്പൊ ഇവിടെയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം വലിയൊരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ നല്ല സ്പേസ് ഉള്ളൊരു വീട് തന്നെയാണ്. അപ്പോ ഇതിന്റെ വിലയും മറ്റു ഭാഗങ്ങളും നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീടിന്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ.